നമ്മളിനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇരിക്കാം. എടാ മൈക്കുണപ്പന്മാരെ, അതല്ല ഞാൻ പറഞ്ഞത്. വീട്ടിലൊക്കെ ഭയങ്കര അവസ്ഥയാണ്ടാ. പട്ടിയുടെ ബിസ്ക്കറ്റിൽ നിന്നൊക്കെ ഷെയർ വയ്ക്കേണ്ട അവസ്ഥയാണ്. അതിന് മാത്രം ചിരിക്കാൻ എന്തിരിക്കുന്നു? എൻ്റെ വീട്ടിൽ പട്ടി പോലും ഇല്ല. ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വൻ ബിസിനസ് ഐഡിയ, അതാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. നിനക്ക് എന്താ മനസ്സിലാവണില്ലേ? നിനക്ക് നിന്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. നീ പറയണം. ഐഡിയാസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കണം. കേരളത്തിൽ ആരും ചെയ്യാത്തൊരു സംഭവമുണ്ട്. പെണ്ണില്ലാത്തവർക്ക് പെണ്ണ് സെറ്റാക്കി കൊടുക്കും, പയ്യ ഇല്ലാത്തവർക്ക് പയ്യ സെറ്റാക്കി കൊടുക്കും. നീ വാപ്പ ഇല്ലാത്തൊരു വാപ്പ സെറ്റ് ചെയ്ത് കൊടുക്കോടാ. അതും നല്ലൊരു ഓപ്ഷനാണ്. അതും ചെയ്യാവേ. നിങ്ങളുടെ അടുത്ത് രണ്ടുപേരത്ത് എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കിടിലം ബിസിനസ് പ്ലാൻ ഉണ്ട്. ചായ ബിസിനസ്. ചൂടത്ത്. പിന്നെ ചൂടത്ത് തണുത്ത ചായ കുടിക്കാൻ പറ്റുമോ? എന്റെ ഉള്ളിലുണ്ട്, പക്ഷെ ഒന്ന് പുറത്ത് പറഞ്ഞില്ല. എങ്കിൽ ശരി, നീ വരുമ്പോൾ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചൂട് സമയത്ത് കണ്ടുവരുന്ന ഒരു പ്രത്യേക ബിസിനസ് ടൈപ്പ് ഉണ്ട്, തലക്കാണി ബിസിനസ്. എന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ചൂടായിട്ടുള്ളപ്പോൾ തണുക്കാനും തണുപ്പായിട്ടുള്ളപ്പോൾ ചൂടാവാനും. ഇൻട്രസ്റ്റിംഗ്. ഈ ബിസിനസ് നമ്മൾ ഏറ്റുപിടിച്ച് പോവുകയാണെങ്കിൽ അമൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു 5 രൂപ ഇറക്കാം. 5 lakhs? നോ 5 രൂപയുണ്ട്. സാമലിൽ എത്ര രൂപയുണ്ട്? 2.63. എന്റെ കയ്യിൽ അതുപോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലെന്ന് അർത്ഥം. സാമുൽ, നേരത്തെ പറഞ്ഞ ഉള്ളിലുള്ള സാധനം വെളിയിൽ വന്നായിരുന്നോ? എരുമപ്പാൽ ബിസിനസ്. വണ്ടർഫുൾ. എന്താ നീ പറഞ്ഞേ? വണ്ടർഫുൾ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിയില്ല. നീ നേരത്തെ പാലിന്റെ കേസ് എന്തോ പറഞ്ഞില്ലേ? നമുക്ക് വാ ചായ കുടിക്കാം. അത് തന്നെ.